ബാബുസ്വാമി എന്ന് പേര് കേൾക്കാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും ഇപ്പോൾ അല്ലെ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ബാബുസ്വാമി ആരാണെന്ന് ഒന്ന് അറിഞ്ഞു വരാം. ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ പരിധിയിലെത്തിയപ്പോൾ കുറച്ച് തൊഴിലാളികൾ സാനിറ്റേഷൻ ജോലികൾ ചെയ്യുന്നതായി കണ്ടു. അതിലൊരാൾ വളരെ പരിചിതമായൊരു മുഖമാണ്, എവിടെയോ കണ്ട് മറന്നുപോലെ തോന്നി. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ബാബുസ്വാമിയാണത്. അദ്ദേഹം ചിറ്റൂർ തത്തമംഗലം ഈ നഗരസഭയിലെ ജീവനക്കാരനാണ്. എന്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് പല റീലുകൾ വരുന്നുണ്ട്, അപ്പോൾ എന്താണ്? ഞാൻ നമ്മുടെ ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ളൊരു ഇത് 1 മണി വരെയാണ് ഞങ്ങളുടെ ജോലി. അത് കഴിയുമ്പോൾ ഞാൻ ആത്മീയമായിട്ടുള്ള സിദ്ധസമ്പ്രദായത്തിലുള്ള ധ്യാന, മെഡിറ്റേഷൻ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ നിന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒരു കാരണം. ബാബുസ്വാമിയെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗാണ് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. അല്ല, ബാബുസ്വാമിയെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ചണ്ടാള ജയന്തിയുമായിട്ടാണ് അവിടെ ചെന്നത്. അപ്പം ഞാനും ഉണ്ടായിരുന്നു അവിടെ. നാഗാസൈരന്തിരി ദേവിയും ഉണ്ടായിരുന്നു. ചണ്ടാള ബാബയെ കുറിച്ചിട്ട് നാഗാസൈരന്തിരി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബാബുസ്വാമി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തിരുന്ന് ചണ്ടാള ബാബ ചോദിച്ചു, വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു വാചകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇത് ചിലർ വളരെ മോശമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ എന്താ? അല്ല, അത് അവരറിയാത്തത് കൊണ്ടാണല്ലോ ഈ മോശമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവർ ഇത് എന്താ സംഭവം, എന്തിനെക്കുറിച്ചാണ് അവർക്കറിയില്ല. എത്ര വർഷമായിട്ട് ചിറ്റൂർ തത്തമംഗലം ഈ നഗരസഭയിൽ ജോലി ചെയ്യുന്നു? എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? ഞാൻ 96 മുതൽ ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്തു. പിന്നെ അങ്ങനെ 2009 പെർമനന്റ് സ്റ്റാഫായിട്ട് ഇവിടെ കയറുന്നത്. ബാബുസ്വാമി എന്ന് പറയുന്നത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ സ്വീപ്പർ ജീവനക്കാരൻ കൂടിയാണ്. അദ്ദേഹം അതിനുശേഷമാണ് ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായ ആ ബാബുസ്വാമി എന്ന് വിളിക്കുന്നതാണ് ഇദ്ദേഹം. മൽഗോഴ്സി മോഹനപ്പം, ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.